നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് കാളിദാസന്റെ ശാകുന്തളം എന്ന കഥയിൽ വിശ്വവിശ്രുതനായ ദുഷ്യന്തനും ആശ്രമകന്യകയായ ശകുന്തളയും മനസ്സോട് മനസ്സു ചേർന്ന് ഹൃദയം പങ്കുവച്ച് പ്രണയാതുരരായി കണ്ണോട് കണ്ണും നട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാട്ടുകൊമ്പന്റെ ഭയാനകമായ അമറൽ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയും ദുഷ്യന്തൻ വേഗം മൃഗയ നടത്തുന്നതിനു വേണ്ടി അങ്ങോട്ട് പാഞ്ഞു പോവുകയും ചെയ്തു എന്നുവരെയായിരുന്നു. അങ്ങനെ പടപ്പാളയത്തിൻ്റെ മധ്യത്തിലാണ് രാജാവിൻ്റെ കുടീരം. ചുവന്ന പട്ടുകൊണ്ട് മേൽക്കൂര മൂടി മഞ്ഞ പട്ടുനൂൽ കൊണ്ട് അരുകുകൾ അലങ്കരിച്ച ആ കുടീരത്തിനുള്ളിൽ സിംഹാസനാരൂഢനാണ് ദുഷ്യന്ത മഹാരാജാവ്. വെയിൽ പരന്നു തുടങ്ങിയെങ്കിലും രാജാവ് ചമയങ്ങൾ അണിഞ്ഞിട്ടില്ല, യുദ്ധവേഷം ധരിച്ചിട്ടുമില്ല. രാജാവിൻ്റെ തോഴൻ മാഠ്യവൻ എന്ന വിദൂഷകൻ ഭക്തി ആദരവുകളോടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കോമാളിത്തരങ്ങൾ പറഞ്ഞ് രാജാവിനെ ചിരിപ്പിക്കുകയാണ് വിദൂഷകന്റെ ധർമ്മം. വളരെ അവശത അനുഭവിച്ചുകൊണ്ട് മാഠ്യവൻ തുടങ്ങി. തിരുമനസേ, അടിയന് തീരെ വയ്യാതെയായിരിക്കുന്നു. ഇതാ ഒരു പന്നി, അതാ ഒരു മാൻ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഭടജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് കാട്ടിലൂടെ ഓടുകയാണ് പകലത്രയും. തിരുമനസ് ഇരുമ്പു മുനയുള്ള അമ്പുകൾ മൃഗങ്ങൾക്കു നേരെ വിടുന്നു. സൂര്യദേവൻ മുകളിൽ നിന്ന് അടിയനു നേരെ വിടുന്നത് തീയമ്പുകളാണ്. കരിഞ്ഞു കിടക്കുന്ന വനത്തിൽ വിശ്രമിക്കാനൊരു നിഴൽ പോലുമില്ല. കുടിക്കാൻ കിട്ടുന്നത് ഇലകൾ അഴുകി നിറം മാറിയ കാട്ടുചോലയിലെ വെള്ളം. കമ്പിയിൽ കുത്തി ചുട്ടെടുത്ത കാട്ടിറച്ചി തിന്ന് തിന്ന് മടുത്തു. പകൽ മുഴുവൻ തിരുമനസിൻ്റെ കുതിരയ്ക്ക് പിന്നാലെ ഓടി ഓടി അടിയൻ്റെ തുടകൾക്ക് നീരു കയറി. അതിൻ്റെ വേദന കൊണ്ട് രാത്രിയിൽ ഉറങ്ങാനും കഴിയുന്നില്ല. വേട്ട നിർത്തി പോകുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് തിരുമനസ് ആശ്രമത്തിൽ ചെന്ന് ഒരു മുനികന്യകയെ കണ്ടത്. ഇപ്പോൾ തിരിച്ചു പോകണമെന്നുള്ള ചിന്ത പോലും തിരുമനസിൻ്റെ ചിന്തയിലില്ല. ആ പെങ്കൊച്ചിനെ ഓർത്ത് സദാ ഇരുപ്പു തന്നെ. ഈ പാവം മാഠ്യവനെ കാട്ടിൽ നിന്ന് മോചിപ്പിച്ചാലും തിരുമനസ്സേ. അവളൊരു മഴവില്ല് പോലെ ശാലീനയും മനോഹരിയുമാണ് മാഠ്യവ. ആശ്രമത്തിൽ അവളെ വിട്ടിട്ടു പോന്നപ്പോൾ മനസ്സിൽ ഉടക്കിയ മുള്ള് ഇപ്പോഴും ചോര ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാജാവ് വ്യഥിതനായി. എന്താ എൻ്റെ തിരുമനസ്സേ ഈ പറയുന്നത്? അരുന്ധതി നക്ഷത്രത്തോട് ഓ ഈ നിമിഷം ഇറങ്ങി എൻ്റെ മുന്നിൽ വരൂ എന്ന് ദുഷ്യന്ത മഹാരാജാവ് ആജ്ഞാപിച്ചാൽ ആ ക്ഷണം അരുന്ധതി മേഘങ്ങളിൽ നിന്നിറങ്ങി വരും. അങ്ങനെയുള്ള തിരുമനസ്സിൻ്റെ മുന്നിൽ മുള്ള്, ചോര ഒലിപ്പിക്കൽ, കുന്തം, കുടച്ചക്രം. തിരുമനസ് ഒരു ഓല എഴുതിത്താ. ഈ മാഠ്യവൻ അത് കൊണ്ടുപോയി കൊടുത്ത് ഉടനെ പുറപ്പെടാൻ പറയാം. അതു കേട്ട് ദുഷ്യന്തൻ ഉറക്ക ചിരിച്ചു. എടോ മണ്ടൻ മാഠ്യവ, താൻ കണ്ടിട്ടുള്ള ഗണികകളെപ്പോലെയല്ല ആശ്രമകന്യകമാർ. അവരുടെ ഹിതപ്രകാരമല്ലാതെ ഒന്ന് തൊട്ടുപോയാൽ തൊടുന്നവൻ എരിഞ്ഞു പോകും. ആശ്രമകന്യകമാർ ദിവ്യജന്മങ്ങളാണെൻ്റെ മാഠ്യവ. അയ്യോ, തൊട്ടാൽ എരിഞ്ഞു പോകുമെങ്കിൽ തിരുമനസിൻ്റെ കാര്യം കട്ടപ്പുക ആകുമല്ലോ ഭഗവാനെ. അത് കേട്ടപ്പോൾ ദുഷ്യന്തൻ ഒരു ചെറിയ കുട്ടിയെപ്പോലെ വീണ്ടും ചിരിച്ചു. എടോ മാഠ്യവ, ലോകകീർത്തിമാനായ കണ്വമുനിയുടെ പുത്രിയാണ് ശകുന്തള. മുനിയുടെ അനുമതിയില്ലാതെ അവളെ വേൽക്കാമെന്ന സ്വപ്നം കാണാൻ പോലും ഈ ഉള്ളവന് ഭയമാണ്. ഒരേയൊരു ആശ്വാസം, എനിക്ക് അങ്ങോട്ടുള്ള അനുരാഗം അവൾക്ക് തിരിച്ചും ഉണ്ടെന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതെങ്ങനെ മനസ്സിലായി തിരുമനസിന്? അവൾ ചിരിച്ചു കാണിച്ചിട്ടുണ്ടാകും അല്ലേ? സുന്ദര കളേബരനും യുവാവുമായ രാജാവ് ചിരിച്ചു കാണിച്ചാൽ ഏതു പെണ്ണും തിരികെ ചിരിക്കും. അത് പ്രേമം കൊണ്ടാണെന്ന് തിരുമനസ് ഉടനെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അത് കേട്ടപ്പോൾ ദുഷ്യന്തൻ അസ്വസ്ഥനായി. ദുഷ്യന്ത മഹാരാജാവിൻ്റെ ആ അസ്വസ്ഥത കണ്ടപ്പോൾ താൻ തെറ്റു ചെയ്തുവെന്ന് വിദൂഷകന് മനസ്സിലായി. ഇനി എന്തായാലും രാജാവിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണം. തിരുമനസേ, അടിയന് ശരീരവേദന സഹിക്കാനാവണില്ല. ഇന്നത്തെ നായാട്ടിൽ നിന്ന് ഒഴിവ് തന്നാലും അടിയൻ ആ കൂടാരത്തിൽ പോയി കിടന്ന് വിശ്രമിക്കാൻ അനുവദിച്ചാലും. മാഠ്യവൻ അവശത അഭിനയിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് തനിക്ക് ശരീരവേദന?
അന്യഥാ ചിന്തയിലായിരുന്ന രാജാവ് ചോദിച്ചു, എൻ്റെ ഈശ്വര, അടിയൻ പോയി ചത്തോളാം. ഇതുവരെ പറഞ്ഞതൊന്നും തിരുമനസിൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല. തിരുമനസ് തന്നെ അടിയൻ്റെ കണ്ണിൽ കുത്തിയിട്ട് കണ്ണീരിൻ്റെ കാരണം കൽപ്പിച്ചു ചോദിക്കുന്നു. എടോ, താൻ കാര്യം പറയൂ. ഇതുവരെ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. തിരുമനസേ, ആറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആറ്റുവഞ്ചിക്കണ നൃത്തം ചെയ്യുന്നത് അതിൻ്റെ ശക്തി കൊണ്ടോ അതോ ഒഴുക്കിൻ്റെ ബലം കൊണ്ടോ? തിരുമനസ് ഈ പാപിക്ക് പറഞ്ഞു തന്നാലും. അത് ഒഴുക്കിൻ്റെ ബലം കൊണ്ട്, രാജാവ് ചിരിച്ചു പറഞ്ഞു. അതെയോ? എങ്കിൽ അടിയൻ്റെ ഈ ദുർഗതിക്ക് കാരണം തിരുമനസ് തന്നെയാ. അതെങ്ങനെ? രാജാവ് അത്ഭുതം ഭാവിച്ചു. അല്ല, തിരുമനസ്സിന് രാജ്യകാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കാട്ടാളനെ പോലെ കാട്ടുപ്രദേശത്ത് കറങ്ങി നടക്കാം. അടിയൻ്റെ ശരീരമാവട്ടെ ദിനവും കാട്ടുമൃഗങ്ങളുടെ പിന്നാലെ ഓടി ഓടി അസ്ഥിക്കൂടത്തിൻ്റെ അയഞ്ഞ സന്ധിബന്ധം പോലെ കിടുകിട കുലുങ്ങിത്തുടങ്ങി. അതുകൊണ്ട് തിരുവള്ളമുണ്ടായി ഒരു ദിനമെങ്കിലും വിശ്രമിക്കാൻ അനുവദിച്ചാലും. രാജാവ് ചിന്താധീനനായി. വിദൂഷകന് ശരീരത്തിലാണ് വേദനയെങ്കിൽ തനിക്ക് വേദന മനസ്സിലാണ്. ശകുന്തള ഒരു വിഷാദ കല്ലോലിനിയായി മനസ്സിൽ സദാ തിരയിളക്കുകയാണ്. അമ്പിനു വിഷയമാക്കുന്ന മാനിൻ്റെ കണ്ണും ശകുന്തളയുടെ കണ്ണും ഒരുപോലെയാണെന്ന് തോന്നുന്ന നിമിഷം താൻ ശരീരം പിൻവലിക്കും. കൂടെ നിൽക്കുന്ന ഇറച്ചിക്കൊതിയന്മാർക്ക് മനസ്സിലാവില്ലല്ലോ തൻ്റെ ധർമ്മസങ്കടം. ആ സമയത്ത് രൈവതകം എന്ന കാവൽ പടയാളി കടന്നുവന്ന് ഉണർത്തിച്ചു. തിരുമനസ്സിനെ മുഖം കാണിക്കാൻ സേനാധിപതി കാത്തു നിൽക്കുന്നു. ആ രൈവതകം, നീ പോയി സേനാധിപതിയെ കൂട്ടിക്കൊണ്ടുവരൂ. രൈവതകം പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ സേനാധിപതി കൂടെയുണ്ട്. ഉപചാരപൂർവം താണ് തൊഴുത ശേഷം സേനാധിപതി പറഞ്ഞു, ഇന്നത്തെ നായാട്ടു സംബന്ധിച്ച് തിരുമനസ്സിൻ്റെ ആജ്ഞകൾ സ്വീകരിക്കാനെത്തിയതാണ്. എങ്കിലും ഇന്നലത്തെ നായാട്ടിനെക്കുറിച്ച് അല്പം പറഞ്ഞുകൊള്ളട്ടെയോ തിരുമേനി? അങ്ങനെയാവട്ടെ, പറഞ്ഞുകൊള്ളൂ സേനാപതി, രാജാവ് പറഞ്ഞു. കൊമ്പിൽ കോർത്ത മരവും അതിൽ തന്നേക്കാൾ വണ്ണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വള്ളിക്കെട്ടുമായി ഒരു ഭ്രാന്തനെപ്പോലെ ചിഹ്നം വിളിച്ചു വന്ന കൊലയാനയുടെ മുന്നിലേക്ക് കുലച്ച വില്ലുമായി കുതിരപ്പുറത്ത് പാഞ്ഞെത്തി നിൽക്കുന്ന തിരുമനസ്. ആ കാഴ്ച കണ്ടവരൊക്കെ മരണം വരെ അത് മറക്കാൻ പോകുന്നില്ല തിരുമനസേ. സേനാപതിയുടെ ആ വിവരണം കേട്ട് വിദൂഷകൻ ഇടപെട്ടു. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, താൻ വലിയ സേനാപതിയായിട്ട് തിരുമനസിനെ എന്തിനാണ് ആ കൊലയാനയുടെ മുന്നിലേക്ക് തള്ളിവിട്ടത്? മാഢ്യവ, ഇടപെടാതെ സേനാധിപതി പറയട്ടെ, രാജാവ് പറഞ്ഞു. അല്ല, അങ്ങനെ കൊമ്പു കുലുക്കി വന്ന ആ കൊലയാനയെ കൊല്ലരുതെന്ന് എന്ത് ധൈര്യത്തിലാണ് അങ്ങ് പറഞ്ഞത്? അതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലായില്ല. സേനാപതി പറഞ്ഞു. അല്ല, ഞാനിവിടെ ഇല്ലാതിരുന്ന ദിവസം താൻ എന്തെല്ലാം ഒപ്പിച്ചു സേനാപതി? തിരുമനസ്സിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കിയല്ലോ. ആ, എന്നിട്ട് എന്താണ്ടായേ? പറയ. മാഢ്യവൻ പറഞ്ഞു. എടാ കോമാളി, ഞാൻ പറയുന്നത് തിരുമനസ്സിനോടാണ്, തന്നോടല്ല. കോമാളികൾ അവനവൻ്റെ ജോലി നോക്കിയാൽ മാത്രം മതി, സേനാപതി കർശനമായി പറഞ്ഞു. മാഢ്യവ, കണക്കിന് കിട്ടിയല്ലോ, ഇനിയെങ്കിലും അടങ്ങിയിരിക്കെ, രാജാവ് പറഞ്ഞു. ആ സേനാപതി, കാട്ടുകൊമ്പന് ഭ്രാന്തിളകിയത് കുത്തിമറച്ച മരം അവൻ്റെ കൊമ്പിൽ കുടുങ്ങിയതുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല, വള്ളിക്കെട്ട് അവൻ്റെ കാഴ്ച മറയ്ക്കുകയും ചെയ്തു. ആജ്ഞാപിച്ച പ്രകാരം നമ്മുടെ ധീരരായ വനവാസി യോദ്ധാക്കൾ മരക്കൊമ്പുകളിലൂടെ കയറിച്ചെന്ന് മസ്തകത്തിലിറങ്ങി വള്ളിക്കെട്ടുകൾ വെട്ടിമാറ്റിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞു. ഭ്രാന്തു മാറി. കൊമ്പിൽ കുടുങ്ങിയ മരക്കൊമ്പ് കുലുക്കിക്കളഞ്ഞ് അവൻ ഗജരാജാവായി കാട്ടിലേക്ക് നടന്നുപോയി. അവനെ ഒരുപക്ഷെ കൊന്നിരുന്നെങ്കിൽ നാം എല്ലാം അതോർത്ത് ദുഃഖിക്കേണ്ടി വരുമായിരുന്നു, രാജാവ് പറഞ്ഞു. ഓ ശിവ ശിവ, അടിയൻ ഒരു ദിവസം തിരുമനസിൻ്റെ കൂടെ നിന്ന് മാറിയതിൻ്റെ ഫലമാ ഇതൊക്കെ. മാഢ്യവൻ ദുഃഖം അഭിനയിച്ചു. ആ തിരുമനസേ, ഇന്നു വധിക്കേണ്ട മൃഗങ്ങളെ കാടുവളഞ്ഞ് ഒതുക്കിയിട്ടുണ്ട്. നശീകരണം ആരംഭിക്കാൻ തടസ്സമൊന്നുമില്ല, സേനാപതി പറഞ്ഞു. അയ്യോ, ഇന്ന് വിശ്രമ ദിവസമാക്കാൻ തിരുമനസിനെ കൊണ്ട് പാതി സമ്മതിപ്പിച്ചത് ഞാൻ എത്ര പാടുപെട്ടിട്ടാണ്. താൻ വന്ന് അത് കുളമാക്കി. മാഢ്യവൻ സേനാപതിക്ക് നേരെ കയർത്തു. സേനാപതി, മാഢ്യവൻ പറഞ്ഞ് എൻ്റെ ബലവീര്യം കെടുത്തിക്കളഞ്ഞു. എന്തായാലും ഇന്ന് നായാട്ടു വേണ്ട.
എന്നാണ് എനിക്കും തോന്നുന്നത്, രാജാവ് പറഞ്ഞു. ആ, നല്ലതു തന്നെ തിരുമനസ്സേ. ഭടജനങ്ങളെല്ലാം ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒഴിവ് എന്ന് കേട്ടാൽ അവരെല്ലാം തുള്ളിച്ചാടും. നമുക്കും വിശ്രമം കിട്ടുമല്ലോ. ഇക്കാര്യത്തിൽ വിഷമം തോന്നുന്നത് രണ്ടു കൂട്ടർക്കാണ്, വനവാസികൾക്കും കർഷകർക്കും. കാട്ടിറച്ചി തിന്ന് ആഘോഷിക്കുകയല്ലായിരുന്നോ ഇവരൊക്കെ? സേനാപതി പറഞ്ഞു. എണ്ണത്തിൽ പെരുകി നാട്ടിലിറങ്ങി ആക്രമണം തുടങ്ങിയതുകൊണ്ടാണ് നാം മൃഗങ്ങളെ കൊല്ലുന്നത്. എന്നിരുന്നാലും മൃഗകുലമാകെ ഭയപാരവശ്യത്തിലാണ്. അവർക്കും കിട്ടട്ടെ അല്പം വിശ്രമം, രാജാവ് പറഞ്ഞു. ആ സേനാപതി, കാടുവളയാൻ പോയ സൈനികരെ തിരിച്ചു വിളിക്കുക. കാട്ടുമൃഗങ്ങൾ ആശ്രമത്തിൻ്റെ അടുത്തെങ്ങും വരാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊള്ളണം, രാജാവ് തുടർന്നു. ആജ്ഞ പോലെ എന്നു പറഞ്ഞ് താണുവണങ്ങി സേനാപതി പിൻവാങ്ങി. അങ്ങനെ മാഢ്യവനും ദുഷ്യന്തനും തനിച്ചായി. രാജാവിൻ്റെ മുന്നിൽ അമിത സ്വാതന്ത്ര്യം കാട്ടാൻ വിദൂഷകന് കിട്ടിയ അവസരം. എന്നാൽ രാജാവിനാകട്ടെ ഹൃദയരഹസ്യങ്ങളെല്ലാം തുറന്നു പറയാവുന്ന തോഴനാണ് മാഢ്യവൻ. തിരുമനസ്സേ, ഈച്ചകളെല്ലാം നാനാവഴി പോയിരിക്കുന്നു. കാട്ടുവള്ളികൾ മേലാപ്പ് കെട്ടിയിട്ടുള്ള മരത്തണലിൽ പോയി നമുക്കിരിക്കാം. അവിടെ നല്ല തണുത്ത കാറ്റുണ്ട്, വനപുഷ്പങ്ങളുടെ ഗന്ധവുമുണ്ട്. തിരുമനസ്സിന് ഇഷ്ടമാകും, മാഢ്യവൻ പറഞ്ഞു. ആ, അത് ശരിയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ അവർ നിറയെ പൂത്തു നിൽക്കുന്ന ആ ചുവന്ന വാഗമരത്തിന് ചുവട്ടിലെ വള്ളിക്കുടിലിൽ ഇരുന്നു. രാജാവിന് വിഷയത്തിലേക്ക് വരാൻ ധൃതിയായി. ആ മാഢ്യവ, നിനക്ക് നയന സാഫല്യം ലഭിച്ചില്ലല്ലോ. കാണേണ്ടത് ഇതുവരെ കണ്ടില്ല. അല്ല, അടിയന്റെ നയനങ്ങൾക്ക് സദാ വിഷയമായി അങ്ങ് സമീപത്തുള്ളപ്പോൾ വേറെ എന്തൊരു നയനസാഫല്യം? എടാ പൊട്ട, നീയൊരു കോമാളി തന്നെ. ആശ്രമത്തിനു മാത്രമല്ല, ഭൂതലത്തിനു തന്നെ അലങ്കാരമായ ശകുന്തളയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നീ അവളെ കണ്ടിട്ടില്ലല്ലോ? ആ, എന്ത് കാണാനാ? മരവുരിയുടുത്ത് കാട്ടുപഴങ്ങൾ മാത്രം ഭക്ഷിച്ച് നടക്കുന്ന ഒരു കോലം കെട്ട കാട്ടുപെണ്ണായിരിക്കും. അവിടുന്ന് കാട്ടാളനായി കാട്ടിൽ കൂടി നടക്കുമ്പോൾ ഒരു കാട്ടുപെണ്ണിനോട് തോന്നിയ രാഗം, അത്രേ കാണൂ. അല്ലടാ, എരിക്കിൻ പൂവിൽ വീണുപോയ പിച്ചകമലർ പോലെ ദേവസുന്ദരി മേനക കാട്ടിൽ ഉപേക്ഷിച്ചു പോയ വിശ്വസുന്ദരിയാണവൾ. പക്ഷികൾ പോറ്റി വളർത്തിയ ശിശുവിനെ കണ്വമുനി കണ്ടെത്തി ആശ്രമത്തിൽ കൊണ്ടുവന്നു. അവളാണ് ശകുന്തള. രാജാവ് ആവേശഭരിതനായി. ആവോ എന്തോ, ഈന്തപ്പഴം ഭക്ഷിച്ച് ചെടുപ്പ് വന്നപ്പം പുളിങ്ങയോട് തോന്നുന്ന കൊതി, അത്രയേ കാണൂ. മാഢ്യവൻ രാജാവിനെ പരിഹസിച്ചു. പൗരവ രാജാക്കന്മാരുടെ മനസ്സ് അരുതാത്ത സ്ഥലത്ത് ചെല്ലുകയില്ല മാഢ്യവ. നീ അതറിഞ്ഞു വേണം സംസാരിക്കാൻ. രാജാവ് ചൂടായപ്പോൾ മാഢ്യവൻ ഭയന്നുപോയി. അല്ല, തിരുമനസിന്റെ ഹൃദയം മോഷ്ടിച്ച വസ്തു രമണീയം തന്നെ ആയിരിക്കും, അടിയന് സംശയമൊന്നുമില്ല. രാജാവ് വീണ്ടും ഉത്സാഹിയായി. അദ്ദേഹം പറഞ്ഞു, തോഴരെ, പ്രപഞ്ചത്തിൽ അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്ന സൗന്ദര്യ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് വിധാതാവ് ഒരു ചിത്രം വരച്ചിട്ട് അതിന് ജീവൻ കൊടുത്താൽ എങ്ങനെയായിരിക്കും? അതാണ് ശകുന്തള. സൃഷ്ടിയുടെ സാമാന്യ നിയമങ്ങൾക്കെല്ലാം അപ്പുറത്ത് ചെന്ന് കരസ്പർശമേൽക്കാതെ വിധാതാവ് മനസ്സുകൊണ്ട് വരച്ച ചിത്രം, സ്ത്രീരത്നം, അതാണ് ശകുന്തള. അത് കേട്ടപ്പോൾ രാജാവിന് ഭ്രാന്ത് പിടിച്ചു പോയല്ലോ എന്നാണ് മാഢ്യവൻ ഉള്ളിൽ ചിന്തിച്ചത്. പക്ഷേ പുറത്തു പറഞ്ഞതിങ്ങനെ, അങ്ങയുടെ മനസ്സിൽ കയറിയിട്ടുള്ള സുന്ദരിമാരെയെല്ലാം ആട്ടിപ്പായിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ താപസ കന്യക അതിശ്രേഷ്ഠ തന്നെയായിരിക്കും. അത് കേട്ടപ്പോൾ രാജാവിൻ്റെ ഉത്സാഹം വർദ്ധിച്ചു. കഴിഞ്ഞില്ലടോ മാഢ്യവ, മഞ്ഞിൽ വിരിയുന്ന പിച്ചകമലരിൻ്റെ ഇതളുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പരിമളം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇളം കാറ്റു വരും. പക്ഷേ നമ്മുടെ ശകുന്തളയെ തേടി അങ്ങനെയൊരു കാറ്റുപോലും എത്തിയിട്ടില്ല. പ്രണയം എന്താണെന്ന് അവൾക്കറിയില്ല. പ്രണയപൂർവം അവളെ ആദ്യം നോക്കുന്നത് ഈ ഞാനാണ്. അക്ഷീണ സൗഭാഗ്യപൂർണയും സർവേന്ദ്രിയാഹ്ലാദിനിയുമാണവൾ. അവളെ സ്വന്തമാക്കുന്നത് ഒരു വലിയ ഭാഗ്യമായിരിക്കുമെന്ന് മനസ്സു പറയുന്നു. ശകുന്തളയോടുള്ള പ്രണയത്തിൻ്റെ വേരുകൾ രാജാവിൻ്റെ മനസ്സിൽ എത്ര ആഴത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ മാഢ്യവൻ പറഞ്ഞു, അല്ല എങ്കിൽ തിരുമനസ്സേ, എത്രയും വേഗം തിരുമനസ് അവളെ ഇവിടെ നിന്ന് രക്ഷിക്കണം. തലമുടിക്കെട്ടിൽ ഓടലെണ്ണയുടെ മെഴുക്കു പെരട്ടി നടക്കുന്ന വല്ല കാട്ടു താപസനും അവളുടെ കൈ പിടിക്കും മുൻപ്
തിരുമനസ് അവളെ കൊണ്ടുപോയാലും അച്ഛൻ കണ്വമുനി മടങ്ങിയെത്തും വരെ അവൾ സ്വതന്ത്രയല്ല മാഢ്യവ. അവളെ വേൾക്കാനുള്ള അഭീഷ്ടം താത കണ്വന് മുമ്പിൽ വേണം അവതരിപ്പിക്കേണ്ടത്. അല്ല, അങ്ങേക്ക് അവളോട് തോന്നുന്നത് പോലെ അവൾക്ക് അങ്ങയോട് തിരിച്ചുമുണ്ടോ? തിരുമനസ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാഢ്യവൻ വീണ്ടും ചോദിച്ചു. കുലീനയായൊരു പെൺകുടി അത്ര വേഗം ലക്ഷണങ്ങളൊന്നും കാട്ടുകയില്ല മാഢ്യവ. പക്ഷേ ഒടുവിൽ വേർപിരിയുന്ന വേളയിൽ ദർഭപ്പുല്ലു വളരാത്ത സ്ഥലത്ത് ദർഭമുന കാലിൽ കൊണ്ടിട്ടെന്ന വണ്ണം അവൾ നിന്ന് തിരിഞ്ഞു നോക്കി. പിന്നെയും നടന്നതിന് ശേഷം മുല്ലവള്ളിയിൽ ഉടക്കിയ മരവുരി വിടുവിക്കാനെന്ന വണ്ണം അവൾ വീണ്ടും തിരിഞ്ഞു നോക്കി. ഇതൊക്കെ നല്ല ലക്ഷണങ്ങളല്ലേ മാഢ്യവ? പിന്നല്ലേ, തീർച്ചയായും അവൾ അങ്ങയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അങ്ങ് തപോവനത്തെ ഉപവനമാക്കി മാറ്റിയിരിക്കുന്നു. ഇനി പൊതിച്ചോറും കെട്ടി അവിടെ ചെന്ന് സ്ഥിരതാമസമാക്കിയാൽ മതി. അല്ല, ഞാൻ ആദ്യം ചെന്നത് മഹർഷിമാരിൽ ചിലർ കണ്ടിരുന്നു. ഇനി എന്ത് ന്യായം പറഞ്ഞാണ് ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകുന്നത്? ഈ മാഢ്യവന്റെ ബുദ്ധിയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളില്ല തിരുമനസേ. ആശ്രമത്തിൽ മുളയ്ക്കുന്ന വരിനെല്ലിൻ്റെ 1/6 നികുതി അടയ്ക്കണം എന്നുള്ള വിവരം അറിയിക്കാനാണെന്ന് ഭാവിച്ച് അങ്ങോട്ട് പോവുക. നിന്നെക്കൊണ്ട് തോറ്റു മാഢ്യവ. എന്തൊരു ബോഷ്കാണ് നീ പറയുന്നത്? വരിനെല്ലെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാതെ വീണ് കിളർക്കുന്ന നെല്ല് എന്നാണർത്ഥം. അതിന് ആശ്രമവാസികളുടെ മേൽ നികുതി ചുമത്താനോ? ഞാനെന്താ വട്ടിപ്പലിശക്കാരനാണോ? ചുമ്മാതല്ല തന്നെ കാണുന്നവരൊക്കെ കോമാളി എന്ന് വിളിക്കുന്നത്. എടോ, അങ്ങനെയാണെങ്കിൽ തന്നെ രാജാവാണോ അത് നേരിട്ട് പോയി അറിയിക്കുന്നത്? അത് കേട്ടപ്പോൾ മാഢ്യവൻ നാണം കെട്ട് വിളറി നിൽക്കുമ്പോൾ ദ്വാരപാലകൻ രൈവതകൻ വേഗം അകത്തേക്ക് പ്രവേശിച്ച് 2 ഋഷികുമാരന്മാർ കാണാനായി വന്നു നിൽക്കുന്നു എന്നറിയിച്ചു. രാജാവിൻ്റെ ആജ്ഞാപ്രകാരം അവർ കടന്നു വന്നു. അങ്ങനെ കുലീനമായ പെരുമാറ്റ രീതികൾ ശീലിച്ചിട്ടുള്ള 2 ഋഷികുമാരന്മാർ കടന്നു വന്നു. അവർ രാജാവിനെ താണു തൊഴും മുൻപ് രാജാവ് എഴുന്നേറ്റ് നിന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് 1700 വർഷം മുൻപ് ഭാരതം സമ്പന്നമായിരുന്ന കാലത്ത് കാളിദാസ മഹാകവി ആവിഷ്കരിച്ച് രാജധാനികളിലും ക്ഷേത്രാങ്കണങ്ങളിലും ആടിത്തകർത്തിരുന്ന അഭിജ്ഞാന ശാകുന്തളം എന്ന വിശ്വോത്തര പ്രണയകഥ ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുന്നു. ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.